ഗംഗാപൂർ എന്നു പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ഒരു പാവപ്പെട്ട കർഷകൻ ജീവിച്ചിരുന്നു. അയാൾക്ക് കൃഷി ചെയ്യാൻ വളരെ കുറച്ച് കൃഷിഭൂമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ ആ ചെറിയ ഭൂമിയിൽ കുറച്ച് കൃഷികളൊക്കെ ചെയ്തു വന്നിരുന്നു. അതിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം കഷ്ടിച്ച് ജീവിച്ചു പോന്നിരുന്നത്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കലശലായ അസുഖം വന്ന് കിടപ്പിലായി. ഭാര്യയെ ചികിത്സിക്കാനുള്ള പണം പോലും ആ കർഷകന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഗ്രാമത്തിലെ പലിശക്കാരൻ്റെ കയ്യിൽ തൻ്റെ ചെറിയ കൃഷിഭൂമി പണയം വയ്ക്കുകയും ആ കിട്ടിയ പൈസ കൊണ്ട് ഭാര്യയുടെ ചികിത്സകൾ നടത്തുകയും ചെയ്തു. കൃഷിക്കാരൻ വളരെയധികം അധ്വാനിച്ച് പണമുണ്ടാക്കാനായി ശ്രമിച്ചു. പക്ഷേ ആ പലിശക്കാരന് കൊടുക്കാനുള്ള പണം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ പലിശക്കാരൻ കർഷകന്റെ ആ കൃഷിഭൂമി തൻ്റെ പേരിലാക്കി. അതുകൊണ്ട് കർഷകന്റെ കയ്യിൽ ഒന്നും തന്നെ ബാക്കിയുണ്ടായിരുന്നില്ല. വീട്ടിൽ ഒന്നും തന്നെ കഴിക്കാനില്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ഒരു ദിവസം അയാൾ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഗ്രാമത്തിൽ ഒരു പണിയും കിട്ടില്ല എന്ന്. ഞാൻ നഗരത്തിലേക്ക് പോയി എന്തെങ്കിലും പണി അന്വേഷിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, ശരി, അങ്ങേക്ക് അതാണ് തോന്നുന്നതെങ്കിൽ അത് ചെയ്തോളൂ. കർഷകൻ പിന്നീട് നഗരത്തിലേക്ക് പോയി. അവിടെ ചെന്ന് അയാൾ ചെരുപ്പുകുത്തിയുടെ ജോലിയാണ് ചെയ്തു തുടങ്ങിയത്. അയാൾ എല്ലാ സ്ഥലത്തും ചെന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ചെരുപ്പ് നേരാക്കാനുണ്ടോ? പഴയ ചെരുപ്പ് നേരാക്കാനുണ്ടോ? കുറേ ദിവസത്തേക്ക് അയാൾക്ക് ചെരുപ്പ് കുത്തുന്ന ഒരു ജോലിയും കിട്ടിയില്ല. എന്നിട്ടും അയാൾ തോറ്റുമാറാതെ എന്നും വീടുകൾ തോറും കയറിയിറങ്ങി. ഒരു ദിവസം ഒരു വീട്ടിൽ നിന്നും അയാളെ വിളിച്ചു, അതേ ചെരുപ്പ് കുത്തി, ഇവിടെ വരൂ, ഈ ചെരുപ്പൊന്ന് നേരാക്കി തരുമോ? കർഷകൻ പറഞ്ഞു, പിന്നെന്താ, അത് കൊണ്ടുവരൂ, ഞാൻ ഇപ്പം തന്നെ ശരിയാക്കി തരാം. ആ സ്ത്രീ കർഷകനോട് പറഞ്ഞു, പക്ഷെ താങ്കൾ ഒരു ചെരുപ്പിന് എത്ര രൂപ വാങ്ങും? കർഷകൻ പറഞ്ഞു, അധികമൊന്നുമില്ല, വെറും ഒരു ചെമ്പ് നാണയം മാത്രം. കർഷകൻ ആ ചെരുപ്പ് നേരാക്കി കൊടുത്തു. എന്നിട്ട് ചെമ്പു നാണയങ്ങളും വാങ്ങി അവിടെ നിന്നും പോയി. എന്നിട്ട് വീണ്ടും അയാൾ വിളിച്ചു പറഞ്ഞു, ചെരുപ്പ് നേരാക്കാനുണ്ടോ? വീണ്ടും മുന്നോട്ട് പോയപ്പോൾ മറ്റൊരു വീട്ടിൽ നിന്നും ഒരു പെൺകുട്ടി വീണ്ടും അയാളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നോക്ക്, ഇവിടെ കുറച്ച് ചെരുപ്പുകളുണ്ട്, ഇതൊന്ന് നേരാക്കോ? കർഷകൻ ആ ചെരുപ്പ് നേരാക്കി. അയാൾക്ക് ആ സ്ത്രീ 4 സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു. കർഷകന് ഒരുപാട് സന്തോഷമായി. അയാൾ പറഞ്ഞു, ഇനി ഞാൻ ഗ്രാമത്തിലേക്ക് പോയേക്കാം. ഈ 2 സ്വർണ്ണ നാണയം കൊണ്ട് ഒരു കുതിരയെ വാങ്ങാം. ബാക്കിയുള്ള നാണയം കൊണ്ട് വലിയൊരു കൃഷിഭൂമി വാങ്ങാം. എന്നിട്ട് അവിടെ കൃഷി ചെയ്ത് ബാക്കിയുള്ള കാലം അവിടെ താമസിക്കാം. കർഷകൻ കുതിരയെയും കൊണ്ട് ഗ്രാമത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. വഴിമധ്യേ അദ്ദേഹത്തിന് ക്ഷീണം തോന്നിയപ്പോൾ കാട്ടിനുള്ളിൽ അദ്ദേഹം വിശ്രമിക്കാനിരുന്നു. ആ സമയം അവിടേക്ക് കുറച്ച് കള്ളന്മാർ വരുന്നത് അദ്ദേഹം കണ്ടു. കർഷകൻ വല്ലാതെ പേടിച്ചു. അയാൾ പറഞ്ഞു, അയ്യോ, ഞാനിനി എന്താ ചെയ്യാ? ഈ കള്ളന്മാര് എൻ്റെ കയ്യിലുള്ള സ്വർണ്ണ നാണയങ്ങളെല്ലാം മോഷ്ടിക്കുമല്ലോ. അതില്ലാതെ ഞാൻ എങ്ങനെ തിരിച്ച് ഗ്രാമത്തിലേക്ക് പോവുക? അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബുദ്ധി ഉദിച്ചു. അയാൾ ഒരു സ്വർണ്ണ നാണയം കുതിരയുടെ കഴുത്തിൽ കെട്ടിയിട്ടു. കള്ളന്മാർ വന്ന് അയാളെ ഭീഷണിപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, ഏയ്, നിന്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും മര്യാദയ്ക്ക് ഞങ്ങൾക്ക് തന്നോ? കർഷകൻ കള്ളന്മാരോട് പറഞ്ഞു, അയ്യോ, എൻ്റെ കയ്യിൽ ഒന്നും തന്നെയില്ല. ഞാൻ വളരെ പാവപ്പെട്ടൊരു മനുഷ്യനാണ്. അപ്പോൾ കുതിരയുടെ കഴുത്തിൽ നിന്നും ആ നാണയം താഴോട്ട് വീണു. അപ്പോൾ കള്ളന്മാരുടെ നേതാവ് പറഞ്ഞു, ഓ, നിന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ പിന്നെ ഈ സ്വർണ്ണ നാണയം എങ്ങനെയാ കുതിരയുടെ കഴുത്തിൽ വന്നത്? കർഷകൻ പറഞ്ഞു, ആ, നിങ്ങളെല്ലാം കണ്ട സ്ഥിതിക്ക് ഞാൻ ഇനി സത്യം പറയാം. ഇത് സാധാരണ കുതിരയൊന്നുമല്ല, ഇത് സ്വർണ്ണ നാണയം ഉൽപ്പാദിപ്പിക്കുന്ന കുതിരയാണ്. കള്ളന്മാരുടെ നേതാവ് ഇങ്ങനെ ആലോചിച്ചു. ഇത് നല്ല കുതിരയാണല്ലോ. അയാൾ കർഷകനോട് പറഞ്ഞു, ശരി, ഈ കുതിരയെ നീ ഞങ്ങൾക്ക് വിൽക്ക്. കർഷകൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഈ കുതിരയെ വിൽക്കില്ല. വിറ്റ് കഴിഞ്ഞ പിന്നെ എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. കള്ളന്മാരുടെ നേതാവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിനക്ക് 50 സ്വർണ്ണ നാണയം തരാം. നീ ഈ കുതിരയെ എനിക്ക് താ. കർഷകൻ പറഞ്ഞു, എന്നാ ശരി, ഞാൻ ഈ കുതിരയെ നിങ്ങൾക്ക് തരാം. പക്ഷെ ഒരു കാര്യം ഓർമ്മ വെക്കണം, നിങ്ങൾ ഓരോരുത്തരും മാറി മാറി വേണം ഈ കുതിരയെ കൈവശം വെക്കാൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് കർഷകൻ 50 സ്വർണ്ണ നാണയവും കൊണ്ട് തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. കള്ളന്മാർ ആ കുതിരയെയും കൊണ്ട് തങ്ങളുടെ താവളത്തിലേക്കും പോയി. കള്ളന്മാരുടെ നേതാവ് എല്ലാരോടുമായി പറഞ്ഞു, ഞാനാണ് നിങ്ങളുടെ നേതാവ്. അതുകൊണ്ട് ഈ കുതിര ഇന്ന് എൻ്റെ കൂടെ നിൽക്കട്ടെ. നേതാവ് ആ കുതിരയെയും കൊണ്ട് തന്റെ താവളത്തിലേക്ക് പോയി.
പിറ്റേന്ന് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ആ കുതിരയുടെ അടുത്ത് ഒരു സ്വർണ്ണ നാണയവും കാണാൻ അയാൾക്ക് കഴിഞ്ഞില്ല. നേതാവ് ഇങ്ങനെ ചിന്തിച്ചു, ചിലപ്പോ ആ കർഷകൻ നമ്മളെ എല്ലാവരും പറ്റിച്ചു കാണും. അപ്പോ എല്ലാവരും വന്ന് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ നേതാവേ, പറയൂ, ഈ കുതിര താങ്കൾക്ക് എത്ര സ്വർണ്ണ നാണയം നൽകി? നേതാവ് ആരോടും ഒന്നും പറഞ്ഞില്ല. കാരണം അയാൾക്ക് അറിയണമെന്നുണ്ടായിരുന്നു സത്യത്തിൽ ഈ കുതിര സ്വർണ്ണ നാണയം തരുമോ ഇല്ലയോ എന്ന്. നേതാവ് എല്ലാവരോടും പറഞ്ഞു, ഇനി നിങ്ങൾ ഓരോരുത്തരും ഇതിനെ നിങ്ങളുടെ അടുത്ത് വെക്കൂ. എന്നിട്ട് എത്ര സ്വർണ്ണ നാണയം കിട്ടിയെന്ന് പറയൂ. എല്ലാവരും ആ കുതിരയെ മാറി മാറി തങ്ങളുടെ പക്കൽ വെച്ചു. പക്ഷേ ആർക്കും സ്വർണ്ണ നാണയം കിട്ടിയില്ല. അതോടെ നേതാവിന് മനസ്സിലായി ആ കർഷകൻ തങ്ങളെ എല്ലാവരെയും പറ്റിച്ചതാണെന്ന്. ആ കുതിരയ്ക്ക് ഒരു കഴിവും ഇല്ലെന്ന്. നേതാവ് ആ കർഷകന്റെ വീട്ടിലേക്ക് പോയി. കൊള്ളക്കാരൻ വീട്ടിലേക്ക് വരുന്നത് കർഷകൻ കണ്ടു. അയാൾ അയാളുടെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ പോയി വീടിന്റെ പുറകിൽ ഒളിച്ചിരിക്കുക. നീ ആര് ചോദിച്ചാലും ഞാൻ വയലിൽ പണിക്ക് പോയിരിക്കാന്ന് പറയണം. എന്നിട്ട് നീ നമ്മുടെ വളർത്തുന്നതായ ചാർലിയോട് എന്നെ വിളിച്ചിട്ട് വരാൻ പറയണം. ചാർലിയെ പറഞ്ഞയക്കുമ്പോഴേക്കും ഞാനിങ്ങോട്ട് വരാം. കർഷകന്റെ ഭാര്യ പറഞ്ഞു, ശരി. ആ കർഷകൻ വീടിന്റെ പുറകിലുള്ള വഴിയിലൂടെ ചെന്ന് വീടിനു വെളിയിൽ ഒളിച്ചിരുന്നു. നേതാവ് വീട്ടിൽ വന്ന് അയാളുടെ ഭാര്യയോട് ചോദിച്ചു, എവിടെ നിന്റെ ഭർത്താവ്? കർഷകന്റെ ഭാര്യ പറഞ്ഞു, അദ്ദേഹം വയലിൽ പണിയെടുക്കാൻ പോയിരിക്കുകയാണല്ലോ. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കൂ. ഞാൻ ചാർലിയെ വിട്ട് അദ്ദേഹത്തെ വിളിപ്പിക്കാം. അപ്പോൾ നേതാവ് പറഞ്ഞു, ഈ നായ ശരിക്കും ആളെ വിളിച്ചിട്ട് വരുവോ? കർഷകന്റെ ഭാര്യ പറഞ്ഞു, അതെ അതെ, എനിക്ക് എപ്പോഴെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ ഈ ചാർലിയെ കൊണ്ടാണ് ഞാൻ വിളിപ്പിക്കാറ്. ചാർലി, ചെല്ല്, പോയി നിന്റെ മുതലാളിയെ വിളിച്ചിട്ട് വാ. എന്നിട്ട് പറ അദ്ദേഹത്തെ കാണാൻ ആരോ വന്നിട്ടുണ്ടെന്ന്. ആ നായ അവിടെ നിന്നും പോയി. അപ്പോഴേക്കും കർഷകൻ അവിടേക്ക് വന്നു. എന്നിട്ട് നേതാവിനോട് പറഞ്ഞു, അല്ല, നിങ്ങൾ ഇവിടെ? നേതാവ് പറഞ്ഞു, ഞാൻ ഇവിടെ വരാൻ കാരണം നീ ഞങ്ങളോട് കള്ളം പറഞ്ഞു ആ കുതിര സ്വർണ്ണ നാണയം നൽകുമെന്ന്. കർഷകൻ പറഞ്ഞു, അങ്ങനെയല്ല, അത് ശരിയല്ല. ആ കുതിര എനിക്ക് സ്വർണ്ണ നാണയം തന്നല്ലോ. ഇന്നീ കാണുന്നതെല്ലാം അങ്ങനെയാണ് ഞാൻ നേടിയത്. നേതാവ് പറഞ്ഞു, ശരി, ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം. പക്ഷേ നീ നായയെ കൂടി എനിക്ക് വിൽക്കണം. കർഷകൻ പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല, എനിക്കിതിനെ വിൽക്കാൻ സാധിക്കില്ല. നേതാവ് പറഞ്ഞു, ഞാൻ ഈ നായയുടെ വിലയായി 40 സ്വർണ്ണ നാണയം കൂടി തരാം. അത് കേട്ട് കർഷകൻ ഞെട്ടിപ്പോയി. അയാൾ ആ നായയെ ആ കള്ളന്മാർക്ക് വിട്ടുകൊടുത്തു. നേതാവ് ആ നായയും കൊണ്ട് തങ്ങളുടെ താവളത്തിലേക്ക് തിരിച്ചുപോയി. നേതാവ് എല്ലാരോടുമായി പറഞ്ഞു, ഈ നായയെ എന്റെ കൂടെ നിർത്തും ഞാൻ. അടുത്ത ദിവസം നേതാവ് എന്തോ കാര്യത്തിനായി പുറത്തു പോവാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ മോളോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അന്വേഷിച്ചാൽ നീ ഇവനോട് പറഞ്ഞു വിട്ടാ മതി. ഞാൻ ഉടനെ തന്നെ എത്താം. നേതാവിന്റെ മകൾ പറഞ്ഞു, ശരി അച്ഛാ. നേതാവ് അവിടെ നിന്നും നടന്നുപോയി. അപ്പോഴേക്കും വേറൊരാൾ അവിടെ വന്നു. എന്നിട്ട് നേതാവിനെ ചോദിച്ചു. നേതാവിന്റെ മകൾ ആ നായയോട് പറഞ്ഞു, ചെന്ന് അച്ഛനെ വിളിച്ചിട്ട് വാ. അത് കേട്ട് ചാർലി വേഗം തന്നെ പുറത്തേക്കിറങ്ങി. എന്നിട്ട് നേരെ കർഷകന്റെ വീട്ടിലേക്ക് പോയി. വൈകിട്ട് നേതാവ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ആ നായയെ അവിടെ എങ്ങും കാണാനുണ്ടായിരുന്നില്ല. അയാൾക്ക് വീണ്ടും വല്ലാത്ത ദേഷ്യം വന്നു. എന്നിട്ട് എല്ലാവരെയും കൂട്ടി കർഷകന്റെ വീട്ടിലേക്ക് പോയി. നീ എന്നെ വീണ്ടും പറ്റിച്ചു അല്ലേടാ. നിന്റെ നായയും ശരിയല്ല, നീ തന്ന കുതിരയും ശരിയല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് കർഷകനെ അവർ ഒരു ചാക്കിലാക്കി അവിടെ നിന്നും എടുത്തുകൊണ്ടുവന്നു. വഴിമധ്യേ എല്ലാവരും ക്ഷീണിച്ചു. എന്നിട്ട് പറഞ്ഞു, വാ, നമുക്ക് എവിടെയെങ്കിലും പോയി ഒന്ന് വിശ്രമിക്കാം. അവർ ആ ചാക്ക് ഒരു മരത്തിന്റെ താഴെ വെച്ചിട്ട് കാട്ടിനടുത്തുള്ള ഒരു പുഴയുടെ തീരത്ത് വിശ്രമിക്കാനായി ഇരുന്നു. കർഷകൻ ആ ചാക്കിനകത്തിരുന്ന് ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ, എന്നെ ആരെങ്കിലും ഇതിൽ നിന്ന് പുറത്തെടുക്കണേ. അപ്പോൾ അതുവഴി പോയ ഒരാൾ അയാളെ ചാക്കിനകത്തു നിന്നും പുറത്തേക്കെടുത്തു. കർഷകൻ അവിടെ നിന്നും ഓടാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ആ കള്ളന്മാർ അയാളെ കണ്ടു. ചാക്കിനകത്തു നിന്നും എങ്ങനെ ഇയാൾ രക്ഷപ്പെട്ടു എന്നവർ ചിന്തിച്ചു. കള്ളന്മാർ അയാളോട് ചോദിച്ചു, നീ എങ്ങനെയാ ചാക്കിൽ നിന്നും പുറത്തെത്തിയത്? കർഷകൻ പറഞ്ഞു, ഈ നദിക്ക് എന്തോ പ്രത്യേക ശക്തിയുണ്ട്. അതാണ് എന്നെ ചാക്കിന് വെളിയിലെത്തിച്ചത്. അതെന്നോട് പറഞ്ഞു, നീ ഈ നദിയിൽ ചാടുകയാണെങ്കിൽ നിനക്ക് ഒരുപാട് അമൂല്യമായ നിധികളും മറ്റും തരാമെന്ന്. നേതാവ് പറഞ്ഞു, നീ നദിയിലേക്ക് പോവില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും ചേർന്ന് ആ കർഷകനെ അവിടെ നിന്നും ഓടിച്ചു വിട്ടു. എന്നിട്ട് എല്ലാവരും ചെന്ന് ആ നദിയിലേക്ക് എടുത്തു ചാടി.
ആ നദിയിലുണ്ടായിരുന്ന മുതല എല്ലാവരെയും കൊന്നു. കർഷകൻ തന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സന്തോഷത്തോടെ ജീവിച്ചു. അപ്പോ കൂട്ടുകാരെ, ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് ഒരു കഥയും മിസ്സാകില്ല. അപ്പോൾ അടുത്ത കഥയിൽ കാണാം. ബൈ.